വെൽക്കം ബാക്ക് ടു ദി ക്ലാസ്. സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് മൊഡ്യൂളായ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് എന്ന മൊഡ്യൂളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അതിലെ ഇൻട്രൊഡക്ഷൻ ഓഫ് CAD എന്ന ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ CAD. നേരത്തെ നമ്മൾ CADD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ രണ്ടും മാറിപ്പോവരുത്, രണ്ട് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് സിംപ്ലി ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് വിത്ത് ദി എയ്ഡ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഡിസൈനിങ്ങും ഡ്രാഫ്റ്റിങ്ങും ചെയ്യുന്നതിനെയാണ് CAD എന്ന് പറയുന്നത്. ഡിസൈൻ ഈസ് ക്രിയേറ്റിംഗ് എ റിയൽ പ്രൊഡക്റ്റ് ഫ്രം ആൻ ഐഡിയ. ഒരു ഐഡിയയിൽ നിന്നും ഒരു പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി ഡ്രോയിങ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഡോക്യുമെന്റ് ഡിസൈൻ. ഒരു ഡിസൈനിനെ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രോയിങ്സിനെയാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. CAD യൂസ് ചെയ്ത് നമുക്ക് 2D മോഡൽസും അതുപോലെ 3D മോഡൽസും നിർമ്മിക്കാം. എ CAD drawing is the file that consists of numeric data in binary form that will be saved onto a disk. ബൈനറി ഫോമിലുള്ള ന്യൂമറിക് ഡാറ്റാസ് അടങ്ങിയിട്ടുള്ള ഫയലിനെയാണ് CAD ഡ്രോയിങ് എന്ന് പറയുന്നത്. നമുക്കൊരു ഡിസ്കിലേക്ക് സേവ് ചെയ്യാം. വൈ ഷുഡ് യു യൂസ് CAD? എന്തുകൊണ്ടാണ് നമ്മൾ CAD യൂസ് ചെയ്യുന്നത്? ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗ് ഈസ് റെപ്പറ്റീഷ്യസ് ആൻഡ് ക്യാൻ ബി ഇനാക്യുറേറ്റ്. നമുക്കറിയാം ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗ് സാധാരണ ഹാൻഡ് യൂസ് ചെയ്ത് വരക്കുന്ന ഡ്രാഫ്റ്റിംഗ് റെപ്പറ്റീഷ്യസ് ആണ്, അതായത് ഒരുപാട് ആവർത്തിച്ച് വരുന്ന സ്റ്റെപ്സ് ആണ് അതിലുള്ളത്. ദെൻ അത് ഇനാക്യുറേറ്റ് ആണ്, ആക്യുറേറ്റ് ആവണമെന്നില്ല. ഇറ്റ് മേ ബി ഫാസ്റ്റർ ടു ക്രിയേറ്റ് എ സിമ്പിൾ റഫ് സ്കെച്ച് ബൈ ഹാൻഡ്, ബട്ട് ലാർജർ മോർ കോംപ്ലക്സ് ഡ്രോയിങ്സ് വിത്ത് റെപ്പറ്റേറ്റീവ് ഓപ്പറേഷൻസ് ആർ ഡ്രോൺ മോർ എഫക്റ്റീവ്ലി യൂസിങ് CAD. ഒരു റഫ് സ്കെച്ച് ഹാൻഡ് യൂസ് ചെയ്ത് വരക്കുന്നത് വളരെ ഫാസ്റ്റ് ആണ്, പക്ഷേ ലാർജ് ആയിട്ടുള്ള മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഡ്രോയിങ്സ് അതുപോലെ റെപ്പറ്റേറ്റീവ് ഓപ്പറേഷൻ ഒരേ സ്റ്റെപ്സ് തന്നെ ആവർത്തിച്ച് വരുന്ന ഡ്രോയിങ്സ് വരയ്ക്കാൻ വേണ്ടി CAD ആണ് യൂസ് ചെയ്യുന്നത്. വൈ യൂസ് AutoCAD? AutoCAD ഈസ് എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ ഓട്ടോഡെസ്ക്. US ബേസ്ഡ് കമ്പനിയായ ഓട്ടോഡെസ്ക് ആണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ആയ AutoCAD ഡെവലപ്പ് ചെയ്തത്. AutoCAD വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1982. 1982 AutoCAD ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബൈ ദി ഇയർ 2000 ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് there were over 4 million AutoCAD യൂസേഴ്സ് വേൾഡ് വൈഡ്. 1982 ഇൻട്രൊഡ്യൂസ് ചെയ്ത AutoCAD 2000 ആയപ്പോഴേക്കും ലോകത്തിൽ തന്നെ 4 മില്യൺ AutoCAD യൂസേഴ്സ് ഉണ്ടെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടത്. ലേണിംഗ് ടു യൂസ് എ CAD സിസ്റ്റം ഈസ് സിമിലർ ടു ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. CAD സിസ്റ്റം പഠിക്കുന്നത് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതിന് സമാനമാണ്. ഇറ്റ് ഈസ് നെസസറി ടു ബിഗിൻ വിത്ത് ദ ബേസിക് ആൽഫബറ്റ് ആൻഡ് ലേൺ ഹൗ ടു യൂസ് ഇറ്റ് കറക്റ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ത്രൂ പ്രാക്ടീസ്. ഇതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ച് തറോ പ്രാക്ടീസിലൂടെയാണ് നമുക്കിതൊരു എഫക്റ്റീവായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. ഓൾ CAD systems create designs using basic geometric entities and many of the constructions used in technical designs are based upon two-dimensional planar geometry. CAD സിസ്റ്റത്തിൽ ബേസിക് ആയ ജോമെട്രിക് കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ടെക്നിക്കൽ ഡിസൈൻസിൽ യൂസ് ചെയ്യുന്ന ഇത്തരം ജോമെട്രിക് കൺസ്ട്രക്ഷൻസ് 2-dimensional planar geometry ആണ്. ഇൻ ജനറൽ എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പാക്കേജ് ഹാസ് 3 components. ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CAD പാക്കേജിന് 3 മെയിൻ കമ്പോണൻസ് ആണ് വരുന്നത്. ഡിസൈൻ, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. Then CAD software. CAD സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. A CAD program contains hundreds of functions that enable you to accomplish specific drawing task. CAD പ്രോഗ്രാമിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഡ്രോയിങ് ടാസ്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫങ്ഷൻസ് എല്ലാം ഒരുപാട് പ്രയോജനപ്രദമാണ്. The functions are organized into modules that provide easy access to all the commands. ടാസ്കിൽ ഉൾപ്പെടുന്നതാണ് ഒരു ഒബ്ജക്റ്റ് ഡ്രോ ചെയ്യുക, അതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങിനെ എഡിറ്റ് ചെയ്യുക, ആ ഡ്രോയിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യുക, പ്രിന്റ് ചെയ്യുക, സേവ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ടാസ്കിൽ വരുന്നത്. ഈ ഫങ്ഷൻസിൽ ഒരുപാട് കമാൻഡ്സ് വരുന്നുണ്ട്. ആ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ദ ഫങ്ഷൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു മൊഡ്യൂൾസ് ദാറ്റ് പ്രൊവൈഡ് ഈസി ആക്സസ് ടു ഓൾ ദി കമാൻഡ്സ്. ഈ ഫങ്ഷൻസിനെ മൊഡ്യൂൾസ് ആക്കി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ കമാൻഡ്സിലേക്ക് ഈസിയായി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ മൊഡ്യൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. CAD മൊഡ്യൂൾസ്: ഡ്രോ, എഡിറ്റ്, ഡാറ്റ ഔട്ട്പുട്ട്, സിസ്റ്റം കൺട്രോൾ, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് മാനേജ്മെന്റ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഓരോന്നും എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ഡ്രോ. ദ ഡ്രോ മൊഡ്യൂൾ പ്രൊവൈഡ്സ് ആക്സസ് ടു ഓൾ ദി ഡ്രോയിങ് ഫങ്ഷൻസ് ഓഫ് CAD. വെനെവർ യു നീഡ് ടു ഡ്രോ സംതിങ് ദിസ് ഗ്രൂപ്പ് ഓഫ് ഫങ്ഷൻ ഈസ് യൂസ്ഡ്. CADന്റെ ഡ്രോയിങ് ഫങ്ഷൻസിലേക്കാണ് ഈ ഒരു മൊഡ്യൂൾ ആക്സസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വരയ്ക്കണമെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്.
ലൈൻസ്, ആർക്ക്, സർക്കിൾസ്, എലിപ്സ് എല്ലാം വരയ്ക്കാൻ വേണ്ടി, അതുപോലെ ടെക്സ്റ്റ് ഡയമെൻഷൻസ്, സിംബൽസ്, ബോർഡേഴ്സ്, അതുപോലെ മറ്റ് പല ഡ്രോയിങ് കമ്പോണൻസും ഈ ഒരു മൊഡ്യൂളിലാണ് പറയുന്നത്. ഡ്രോ ഈസ് CAD's മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് മൊഡ്യൂൾ ബിക്കോസ് ഓൾ ഡ്രോയിങ് വർക്ക് ഈസ് അക്കംപ്ലിഷ്ഡ് യൂസിങ് ഇറ്റ്. CADൻ്റെ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നൊരു മൊഡ്യൂളാണ് ഡ്രോ. കാരണം ഈ എല്ലാ ഡ്രോയിങ് വർക്കും നമ്മൾ ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്ന മൊഡ്യൂളാണ് എഡിറ്റ്. The edit module lets you change existing drawing elements and manipulate them in a number of ways. നിലവിലുള്ള ഡ്രോയിങ് എലമെന്റ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡിറ്റ് മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഈ എഡിറ്റ് മൊഡ്യൂൾ യൂസ് ചെയ്ത് ഡ്രോയിങ് കമ്പോണൻസിനെ മൂവ് ചെയ്യാം, കോപ്പി ചെയ്യാം, ഇറേസ് ചെയ്യാം. അതുപോലെ ഡയഗ്രത്തിന്റെ സൈസ് എൻലാർജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും കഴിയും. ഡ്രോയിങ് കമ്പോണൻസിന്റെ ലൈൻ ടൈപ്പ്, അതുപോലെ അതിന്റെ കളർ ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് ഡയമെൻഷൻസിന്റെ സ്റ്റൈല്, സൈസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഡയമെൻഷൻസിനെ പല യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് കാണിക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദ എഡിറ്റ് ഫംഗ്ഷൻസ് ഓൾസോ ആക്ട് ആസ് കൺവീനിയൻറ്റ് ഡ്രോയിങ് എയ്ഡ് ടൂൾ. ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡ്രോയിങ് എയ്ഡ് ടൂളാണ് എഡിറ്റ് ഫംഗ്ഷൻസ്. ലൈൻസിന്റെ മിസ്സിംഗ് കോർണേഴ്സിനെ ജോയിൻ ചെയ്യാം, അതുപോലെ ട്രിം ചെയ്യാം, ഒരു പുതിയ ഷേപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെച്ച് ചെയ്യാം. ഇതെല്ലാം എഡിറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ദ എഡിറ്റ് ഫംഗ്ഷൻസ് മേക്ക് CAD എ ഡൈനാമിക് ഡ്രോയിങ് ടൂൾ. എഡിറ്റ് ഫംഗ്ഷൻസ് ആണ് CADനെ ഒരു ഡൈനാമിക് ഡ്രോയിങ് ടൂളാക്കി മാറ്റുന്നത്. നെക്സ്റ്റ് മൊഡ്യൂളാണ് ഡാറ്റ ഔട്ട്പുട്ട്. ദ ഡാറ്റ ഔട്ട്പുട്ട് മൊഡ്യൂൾ എനേബിൾസ് യു ടു ഡിസ്പ്ലേ ഡ്രോയിങ്സ് ഓൺ ദി സ്ക്രീൻ ആൻഡ് ദെൻ പ്രിന്റ് ദം ഓൺ പേപ്പർ. ഡാറ്റ ഔട്ട്പുട്ട് മൊഡ്യൂളാണ് സ്ക്രീനിൽ ഡ്രോയിങ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കൊരു പേപ്പറിൽ ഇത് പ്രിന്റ് ചെയ്തെടുക്കാനും പറ്റും. ദർ ആർ 2 സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ഫംഗ്ഷൻസ് ദാറ്റ് ഹെൽപ്പ് അക്കംപ്ലിഷ് ദിസ്. ഇതിന് വേണ്ടി 2 സെപ്പറേറ്റ് സെറ്റ് ഫംഗ്ഷൻസ് ആണ് വരുന്നത്. വ്യൂ ഡിസ്പ്ലേ ഫംഗ്ഷൻസ്, പ്രിന്റ് ഓർ പ്ലോട്ട് ഫംഗ്ഷൻസ്. ദ വ്യൂ ഡിസ്പ്ലേ ഫംഗ്ഷൻസ് അലോ യു ടു ഡിസ്പ്ലേ ഡിഫറെന്റ് വ്യൂസ് ഓഫ് എ ഡ്രോയിങ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിലെ ഡിഫറെന്റ് വ്യൂസിലെ ഡ്രോയിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് വ്യൂ ഡിസ്പ്ലേ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ക്വൈറ്റ് ഓഫൺ ബിക്കോസ് എവറി ടൈം യു നീഡ് ടു ഡ്രോ സംതിങ് ഓർ എഡിറ്റ് സംതിങ് you need to focus on that portion of the drawing. With the help of view display functions, you can zoom in on a specific portion of the drawing. എന്തെങ്കിലും ഒന്ന് വരയ്ക്കാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഈ ഒരു വ്യൂ ഡിസ്പ്ലേ ഫംഗ്ഷനിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഡ്രോയിങ്ങിന്റെ സ്പെസിഫിക് പോർഷൻസ് സൂം ചെയ്യാനും വ്യൂ ഡിസ്പ്ലേ ഫംഗ്ഷൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ പ്രിന്റ് ആൻഡ് പ്ലോട്ട് ഫംഗ്ഷൻസ് അലോ യു ടു പ്രിന്റ് ഡ്രോയിങ്സ് യൂസിങ് എ പ്രിന്റർ ഓർ എ പ്ലോട്ടർ. ഡ്രോയിങ്സിനെ പ്രിന്റർ അല്ലെങ്കിൽ പ്ലോട്ടർ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രിന്റ് ആൻഡ് പ്ലോട്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ control many aspects of printing and plotting. You can print the same drawing in different sizes by applying the appropriate scale factor. ഒരു ഡ്രോയിങ്ങിനെ പല സൈസിലും സ്കെയിൽ ഫാക്ടർ അപ്ലൈ ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ പ്ലോട്ട് ദി ഡ്രോയിങ്സ് വിത്ത് സ്പെസിഫിക് കളേഴ്സ്, പെൻ തിക്നെസ് ആൻഡ് ലൈൻ ടൈപ്സ്. ആ ഡ്രോയിങ്സിന് സ്പെസിഫിക് കളർ, അതുപോലെ പെൻ തിക്നെസ്, ലൈൻ ടൈപ്സ് എല്ലാം കൊടുത്തുകൊണ്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മൊഡ്യൂൾ ആണ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് മാനേജ്മെന്റ്. ദ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് മാനേജ്മെന്റ് മൊഡ്യൂൾ അലോസ് യു ടു സ്റ്റോർ ആൻഡ് മാനേജ് ഡ്രോയിങ് ഡാറ്റ. ഡ്രോയിങ് ഡാറ്റാനെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് മാനേജ്മെന്റ് മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ത്രൂ ദി യൂസ് ഓഫ് ദി ഫംഗ്ഷൻസ് ഇൻ ദിസ് മൊഡ്യൂൾ യു ക്യാൻ സ്റ്റോർ ഡ്രോയിങ്സ് ആസ് ഫയൽസ് ഓൺ ദി ഹാർഡ് ഡിസ്ക്. ഈ മൊഡ്യൂളിലെ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ഡ്രോയിങ്സിനെ ഒരു ഫയലാക്കി ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാം. യു ക്യാൻ മാനേജ് ദ ഫയൽസ് ഇൻ ഡയറക്ടറീസ് ആൻഡ് സബ് ഡയറക്ടറീസ് ആൻഡ് മൂവ്, കോപ്പി ഓർ ഡിലീറ്റ് ദം ആസ് നീഡഡ്. ഫയൽസിനെ മാനേജ് ചെയ്യാനും നമുക്ക് കഴിയും. മൂവ് ചെയ്യാം, കോപ്പി ചെയ്യാം, അതുപോലെ ഡിലീറ്റ് ചെയ്യാം. CAD ഡാറ്റ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഓൾസോ ലെറ്റ് യു ട്രാൻസ്ലേറ്റ് ഡ്രോയിങ്സ് ക്രിയേറ്റഡ് ബൈ അതർ CAD പ്രോഗ്രാംസ്. അതുപോലെ മറ്റു CAD പ്രോഗ്രാംസ് യൂസ് ചെയ്ത് വരച്ചിട്ടുള്ള ഡ്രോയിങ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും CAD ഡാറ്റ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. CAD പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഡാറ്റ ട്രാൻസ്ലേഷൻ ഫോർമാറ്റ് ആണ് ഡാറ്റ എക്സ്ചേഞ്ച് ഫോർമാറ്റ്, അതായത് DXF. ഇതുപോലെ പല ഡാറ്റ എക്സ്ചേഞ്ച് ഫോർമാറ്റ്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ് മൊഡ്യൂൾ ആണ് സിസ്റ്റം കൺട്രോൾ. ദ സിസ്റ്റം കൺട്രോൾ മൊഡ്യൂൾ, ഓൾസോ നോൺ ആസ് സിസ്റ്റം ഡിഫോൾട്ട്സ്, അലോസ് യു ടു കൺട്രോൾ ഹൗ CAD വർക്ക്സ്. സിസ്റ്റം കൺട്രോൾ മൊഡ്യൂളിനെ സിസ്റ്റം ഡിഫോൾട്ട്സ് എന്നും അറിയപ്പെടുന്നു. CAD വർക്ക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആർക്കിടെക്ട്സ്, ഡിസൈനേഴ്സ്, എഞ്ചിനീയേഴ്സ്, സർവേയേഴ്സ് എന്നീ പ്രൊഫഷണൽസിനെല്ലാം CAD പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം കൺട്രോൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് CADന്റെ വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് അതിന്റെ യൂണിറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഡയമെൻഷൻ, സ്റ്റൈല്, ടെക്സ്റ്റ്, കളർ, ലെയേഴ്സ്, ലൈൻ ടൈപ്പ് ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ സ്ക്രീൻ മെനൂസ് കസ്റ്റമൈസ് ചെയ്യാം. സ്ക്രീനിന്റെ ഡിസ്പ്ലേ കളേഴ്സ്, സ്ക്രീനിന്റെ റെസൊല്യൂഷൻ, സൈസ്, കേഴ്സർ സ്പീഡ് ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മൊഡ്യൂൾ ആണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. CAD പ്രോഗ്രാംസ് യൂഷ്വലി offer a number of special features that make working with CAD easier and allow you to automate many drawing tasks. CAD പ്രോഗ്രാംസ് ഒരുപാട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സ് CADന്റെ വർക്കിംഗ് ഈസിയർ ആക്കും. അതുപോലെ ഡ്രോയിങ് ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാനെല്ലാം
ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ക്രിയേറ്റ് ലെയേഴ്സ് ഇൻ എ ഡ്രോയിങ് ദാറ്റ് അലോ യു ടു സെഗ്രിഗേറ്റ് ഡ്രോയിങ് കമ്പോണൻസ്. അതിനൊരു എക്സാമ്പിളാണ് ഡ്രോയിങ്ങിൽ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഡ്രോയിങ് കമ്പോണൻസിനെ വേർതിരിക്കാൻ പറ്റും. പ്രൊജക്ട് റിപ്പോർട്ട്സ് തയ്യാറാക്കാൻ വേണ്ടി സ്പ്രെഡ്ഷീറ്റ്സും ഡാറ്റാബേസസും ഡെവലപ്പ് ചെയ്യാം. അതുപോലെ 3D ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ഐസോമെട്രിക് പെർസ്പെക്റ്റീവ് പോലുള്ള 3 ഡയമെൻഷണൽ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, അപ്ലിക്കേഷൻസ് ഓഫ് CAD. CADന്റെ അപ്ലിക്കേഷൻസ്. CAD is used in various fields as listed below. CAD പല ഫീൽഡ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിപ്പയറിംഗ് ആർക്കിടെക്ചറൽ ഡ്രോയിങ്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് മോഡലിംഗ്, ടൂൾ ആൻഡ് ഫിക്ചർ ഡിസൈൻ, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, preparation of assembly lists and bill of materials, computer aided inspection, preparation of programs for CNC machines, circuit layout and panel design, mapping, building drawing, communication network, piping and instrumentation design, industries, computer aided manufacturing. Next, CAD packages. Some of the commonly used CAD packages are താഴെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന CAD packages ആണ് പറയുന്നത്. AutoCAD, Electrical CAD, 3ds Max, STAAD, Pro Engineer, Ideas, Mechanical Desktop, Revit, Architectural Desktop. ഈ AutoCAD പഠിക്കുന്നതോടുകൂടി CAD പാക്കേജസിന്റെ ബേസിക്സും കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം CAD പാക്കേജസിലെല്ലാം യൂസ് ചെയ്യുന്ന കമാൻഡ്, ടേംസ്, കോൺസെപ്റ്റ് എല്ലാം യൂണിവേഴ്സലാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ പറയുന്നത് മാനുവൽ ഡ്രാഫ്റ്റിങ്ങും മെഷീൻ ഡ്രാഫ്റ്റിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഫസ്റ്റ് കോളത്തിൽ ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗ്, മാനുവലായിട്ട് വരയ്ക്കുന്ന ഡ്രോയിങ്. രണ്ടാമത്തെ കോളത്തിൽ പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഡ്രോയിങ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ട്രഡീഷണൽ ഡ്രാഫ്റ്റിങ്ങിൽ യൂഷ്വൽ സ്കിൽ അതുപോലെ ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൽ ലാർജർ ഡിജിറ്റൈസർ, പ്ലോട്ടർ ടൂൾസ് എല്ലാമാണ് ഡിസൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മാനുവൽ ഡ്രാഫ്റ്റിങ്ങിൽ സ്റ്റോറേജ് ചെയ്യാത്തത് കാരണം നമുക്ക് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് കാരണം നമുക്ക് അതിനെ ഏത് സമയത്തും വീണ്ടെടുക്കാൻ പറ്റും. അതുപോലെ ആക്യുറസി ഇവിടെ കുറവാണ്. സ്ട്രെയിറ്റ് ലൈൻസ്, സ്മൂത്തിങ് കർവ്സ്, ആംഗിൾസിൽ വരയ്ക്കുന്ന ലൈൻസ് എല്ലാം നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ വഴി ചെയ്യാൻ പറ്റും. ഈ ഡ്രോയിങ്ങിൽ ചെയ്തിട്ടുള്ള ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് സമയത്തും ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ ഹാച്ചിങ് മാനുവൽ ആയിട്ട് ചെയ്യണം. ഇവിടെ ഹാച്ചിങ് ഡിസൈൻ ഓൾറെഡി അവൈലബിൾ ആണ്. ഹോളോ സെക്ഷൻസ് മാനുവൽ ആയിട്ട് ചെയ്യണം, അതുപോലെ അത് ഇനാക്യുറേറ്റ് ആയിരിക്കും. ഇവിടെ ഓട്ടോമാറ്റഡ് ഹോളോ സെക്ഷൻസ് അവൈലബിൾ ആണ്, ആക്യുറേറ്റ് ആണ്. ദെൻ പല ഡയമെൻഷൻസിലും വ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഡയമെൻഷൻസ് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഇമേജസിനെ ഡിലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഫറെന്റ് ആംഗിൾസിൽ ഇമേജിനെയും ഡിസൈൻസിനെയും വ്യൂ ചെയ്യൽ ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗിൽ ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൽ നമുക്ക് വരച്ച ഡ്രോയിങ്ങിനെ ഡിഫറെന്റ് ആംഗിൾസിലും ഡയമെൻഷൻസിലും വ്യൂ ചെയ്യാം. അതുപോലെ ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗിൽ കൂടുതൽ സമയം ആവശ്യമാണ്. CADൽ വളരെ പെട്ടെന്ന് തന്നെ ഡിസൈൻസ്, ഡ്രോയിങ്സ് എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ അടുത്തതായിട്ട് ടേബിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെയും ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗും AutoCAD ഡ്രാഫ്റ്റിംഗും തമ്മിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്കെയില്. ഫോർ ഓൾ ദി ഡ്രോയിങ് വി വാണ്ട് ടു ചൂസ് സെപ്പറേറ്റ് സ്കെയിൽസ് ലൈക്ക് ഫുൾ സ്കെയിൽ, റെഡ്യൂസ്ഡ് സ്കെയിൽ, എൻലാർജ്ഡ് സ്കെയിൽ. എല്ലാ ഡ്രോയിങ്സിലും സെപ്പറേറ്റ് സ്കെയിൽസ് യൂസ് ചെയ്യണം. ഫുൾ സ്കെയിൽ 1:1, റെഡ്യൂസ്ഡ് സ്കെയിൽ 1:100 പോലുള്ള, എൻലാർജ്ഡ് സ്കെയിൽ 100:1 പോലുള്ള സ്കെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. AutoCAD ഡ്രാഫ്റ്റിംഗിൽ സ്കെയിലിംഗ് ആവശ്യമില്ല. എൻ്റർ ഓൾ ദി ഡയമെൻഷൻസ് ഇൻ റിയൽ സൈസ്. ഡയമെൻഷൻസ് റിയൽ സൈസിൽ, അതായത് 1:1 തന്നെ എൻ്റർ ചെയ്യാം. ദെൻ പേപ്പർ സൈസ്. ഫസ്റ്റ് സെലക്ട് എ ഡ്രോയിങ് ഷീറ്റ് അക്കോർഡിംഗ് ടു ദി സൈസ് ഓഫ് ദി ഡ്രോയിങ്. ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗിൽ ഡ്രോയിങ്ങിന്റെ സൈസിനനുസരിച്ച് നമ്മൾ ഡ്രോയിങ് ഷീറ്റ് സെലക്ട് ചെയ്യും. A1, A2, A3, A4 പോലുള്ള. AutoCAD ഡ്രാഫ്റ്റിംഗിൽ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ആ ഡ്രോയിങ് വരച്ച ശേഷം അത് പ്രിന്റ് എടുക്കാം. ദെൻ യൂണിറ്റ്. ഇവിടെ ഡ്രോയിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, ഫീറ്റ്, ഇഞ്ച് പോലുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. AutoCAD ഡ്രാഫ്റ്റിംഗിൽ യൂണിറ്റ്സ് എന്ന കമാൻഡ് എൻ്റർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ് ആ യൂണിറ്റ് ഡയലോഗ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്. ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗിൽ T-സ്ക്വയർ, സെറ്റ് സ്ക്വയേഴ്സ്, പെൻസിൽ, പെന്ന്, ഇറേസർ, പ്രൊട്രാക്ടർ പോലുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമാണ്. AutoCAD ഡ്രാഫ്റ്റിംഗിൽ യൂസർ ഇന്റർഫേസ് പ്രൊവൈഡ്സ് മെനി ടൂൾസ് വിച്ച് മേക്സ് ദി ഡ്രോയിങ് പ്രോസസ് മോർ ഈസിലി. വളരെ പെട്ടെന്ന് തന്നെ വരയ്ക്കാവുന്ന രീതിയിൽ യൂസർ ഇന്റർഫേസിൽ തന്നെ ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഡ്രോയിങ് ബോർഡ്. എ ഗുഡ് ക്വാളിറ്റി ഡ്രോയിങ് ബോർഡ് ഇസ് നെസസറി ഫോർ ആക്യുറേറ്റ് ഡ്രോയിങ് വർക്ക്. ഈ ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗിന് വേണ്ടി ഒരു നല്ല ഡ്രോയിങ് ബോർഡ് ആവശ്യമാണ്. AutoCAD ഡ്രാഫ്റ്റിംഗിൽ അതിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, ഡ്രോയിങ് പ്രോസസ്.
ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ഓൾട്രേഷൻസ് ഇൻ ദി ഡ്രോയിങ് ആൻഡ് മച്ച് ടൈം കൺസ്യൂംസ്. ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗിൽ ഡ്രോയിങ്ങിന്റെ ഓൾട്രേഷൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയം ആവശ്യമാണ് അതിന്. ഓട്ടോകാഡ് ഡ്രാഫ്റ്റിംഗിൽ ഡ്രോയിങ്സിൽ ഓൾട്രേഷൻ വരുത്തൽ വളരെ ഈസിയാണ്. ദി നെക്സ്റ്റ് CAD യൂസർ ഇന്റർഫേസ്. CAD യൂസർ ഇന്റർഫേസ് പ്രൊവൈഡ്സ് ദി എൻവിറോൺമെന്റ് ആൻഡ് ദി ടൂൾസ് ദാറ്റ് അലോ യു ആൻഡ് ദി കമ്പ്യൂട്ടർ ടു കമ്മ്യൂണിക്കേറ്റ്. CAD യൂസർ ഇന്റർഫേസിൽ ഒരുപാട് ടൂൾസ് അടങ്ങിയിട്ടുണ്ട്. ആ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഡ്രോയിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. ദ ഗോൾ ഈസ് ടു മേക്ക് വർക്കിംഗ് വിത്ത് CAD എഫിഷ്യൻറ്റ്. CAD യൂസർ ഇന്റർഫേസിന്റെ ഏറ്റവും മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ CAD വർക്കിംഗ് എഫിഷ്യൻ്റ് ആയി ചെയ്യുക എന്നുള്ളതാണ്. മോസ്റ്റ് പ്രോഗ്രാംസ് യൂസ് എ ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് GUI ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി യൂസർ. യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രോഗ്രാംസിലും ഇതുപോലെ ഒരു ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് ഉണ്ടായിരിക്കും. ഗ്രാഫിക് യൂസർ ഇന്റർഫേസിനെ ഷോർട്ടാക്കി GUI എന്നാണ് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ദ GUI പ്രൊവൈഡ്സ് വിഷ്വൽ എയ്ഡ്സ് ഫോർ ക്വിക്ക് ഡാറ്റ എൻട്രി. പെട്ടെന്ന് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു വിഷ്വൽ എയ്ഡ് ആണ് GUI. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഓട്ടോകാഡ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ആവശ്യകത എന്താന്ന് പറഞ്ഞു, ട്രഡീഷണൽ ഡ്രാഫ്റ്റിംഗും ഓട്ടോകാഡ് ഡ്രാഫ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, കമ്പാരിസൺ പറഞ്ഞു, അതിൽ വരുന്ന പ്രധാന വ്യത്യാസങ്ങൾ പറഞ്ഞു, കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് പറഞ്ഞു, CAD മൊഡ്യൂൾസ് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിന്റെ അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.